Hi friends, welcome back to Zack's Varieties. Kila Govinda Gut. ഇത് ഇവിടുത്തെ ഒരു കോട്ടയാണ്, നമ്മളെ അമൃത്സറിലുള്ള. അപ്പൊ ഈ കോട്ടന്റെ അകത്തേക്ക് പോകേണ്ട ഇതിനുള്ളിൽ കുറെ സാധനങ്ങൾ ഉണ്ട്. അതിനുള്ളിൽ കാണാൻ സാധാരണ കോട്ട എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടല്ല ഉണ്ടാകുക, അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അമൃത്സറിൽ ഇവരൊരു വരുമാന മാർഗം ആക്കിയിട്ടുണ്ട് അതിൽ അകത്ത്. അപ്പൊ കുറെ പരിപാടികളുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരുപാട് വെറൈറ്റി ഫുഡുകളും പല യാത്രകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിന്റെ അവിടുന്ന് 2 കിലോമീറ്റർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗോവിന്ദ്ഘട്ട് കോട്ട ഉണ്ട്. അവിടേക്കാണ് കാണാൻ പോകുന്നത്. ഇതാണ് ആ ഭാഗം. അവിടെ ഒരു ടാങ്കും അതായത് മിലിറ്ററിൻ്റെ അതൊക്കെ വെച്ചിട്ടുള്ളൊരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ആ ഒരു കോമ്പൗണ്ടിലല്ല, വേറെ തന്നെ ഒരു കോമ്പൗണ്ടിലാണ് ടിക്കറ്റ് ഉള്ളത്. അവിടെ പല ആക്ടിവിറ്റീസും ഉണ്ട്. 450 റുപ്യാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ 70 ഉണ്ട്. കോട്ട കാണാനുള്ള ഫീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒട്ടകപ്പുറത്ത് കയറുന്നത്, പിന്നെ സൈക്കിൾ ഔട്ടിൽ, ഇതൊക്കെ കൂടി കൂടിയിട്ട് ഒരാൾക്ക് 450 റുപ്യ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേറെ എടുക്കാമെന്ന് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആ കോട്ടയ്ക്ക് കിടക്കാനുള്ള. അപ്പൊ ഈ ഫോർട്ടിന്റെ അകത്തേക്ക് കയറാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക്. അപ്പൊ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കാണാം. വലിയ തിരക്കൊന്നുമില്ല. കയറുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ നമ്മളെ സ്കാൻ ചെയ്യണം. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കണം. ഇനി അങ്ങനെ നടന്നു പോവുകയാണ്. കുറേ അങ്ങോട്ട് പോകണം. ഇത് മെയിൻ റോഡിൻ്റെ അവിടെ നിന്നാണ് ഇതിൻ്റെ കോട്ടയ്ക്കുള്ള എൻട്രൻസ്. പിന്നെ കോട്ട കുറേ അപ്പുറത്താണ് ഉള്ളത്. നമ്മളെ ശ്രീനഗറിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പോലെയാണ്. ഇപ്പൊ അവിടുന്ന് ഇവിടെ വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേറൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടേക്ക് പോവാം. 2017 ഫെബ്രുവരി 10 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നെടുത്തത്. അതിൻ്റെ മുമ്പ് ഈ കോട്ട ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലായിരുന്നു. ഇപ്പോൾ ഇതൊരു മ്യൂസിയവും തീം പാർക്കും ഒക്കെ ആയിട്ട് പിന്നെ ഒന്ന് വികസിപ്പിച്ചാണ് ഈ ഒരു ഭാഗം. അത് അതിനുള്ളിലേക്കുള്ള എൻട്രൻസ് ഫീ എത്രയൊക്കെ അധികം വരുന്നത്. പിന്നെ ഭക്ഷണം ഇതിൻ്റെ അകത്ത് പോയാൽ കിട്ടും. അതിനുള്ള പൈസ വേണമെങ്കിൽ വേറെ കൊടുക്കണം. പക്ഷേ ഭക്ഷണത്തിന് ഞങ്ങൾ എടുത്തിട്ടില്ല. എന്തൊക്കെയാണെന്ന് അറിയില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിക്കാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കണ്ട് അങ്ങനെ പോകാം. അതിൻ്റെ ഓരോ കാര്യങ്ങൾ എത്തുമ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ച് തരുന്നുണ്ട്. സംഭവം ഏതായാലും ഉഷാർ തന്നെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പിന്നെ ഒരു കവാടവും കാര്യങ്ങളും ഒരു ഇരുമ്പിൻ്റെ വലിയ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ എന്താ പറയുക, ജയ്പൂരിലുള്ളൊക്കെ ആ ഒരു കളറാണ്. ഒരുപാട് കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ അകത്തുകൂടി അങ്ങനെ പോവാം. അപ്പോൾ ഉള്ള അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം നമുക്ക്. ഇവിടെ മണിയൊക്കെ ഉണ്ട്. മണി എവിടെ കണ്ടാലും നമ്മളൊന്ന് അടിക്കും. അത്യാവശ്യം നല്ല കനുണ്ട് ഈ മണീൻ്റെ അടിക്കുന്ന ആ ഉണ്ടക്ക്. ഇത് പുറത്ത് ആളുകൾ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇപ്പം അതിന് ശേഷം ഈ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കുക. അതിനാണ് തോന്നുന്നുണ്ട്. ഇവിടെ ആരുമില്ല. ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ആരുമില്ല ഇവിടെ. ഇവരൊന്നും പേര് എനിക്കറിയില്ല. പക്ഷെ അവർ 2 സൈഡിലുണ്ട് ഇതേപോലെ. ഈ ഒരു സൈഡിലുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്.
അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ ഫോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി അങ്ങനെ ഫോർട്ട് കിടക്കാം. അപ്പൊ നമ്മള് അവിടുന്ന് എൻട്രൻസിൽ നിന്ന് കയറി വന്നതാണ്. ഇതിന്റെ ഈ മൂലക്കലുണ്ട് പേരങ്കി, ആ മൂലക്കലുണ്ട് പേരങ്കി, പിന്നെ ഇവിടെ കിടങ്ങാണ് ഇതിന്റെ ഇടയില്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ കുറെ സംഭവങ്ങൾ ഉണ്ടായതാണ്. ഞാൻ ഉള്ളിൽ പോയി നോക്കട്ടെ. ഇവിടെ പഴയ കാലത്തെ എന്താ പറയുക, ജീപ്പാണോ കാറാണോ എന്താണെന്നല്ല, ഏതായാലും ഓപ്പൺ ആണിത്. ജീപ്പ് മോഡലാണ് സംഭവം. നെരിമാർക്കാണ്, ബെൻസിൻ്റെയാണ് സാധനം. ഏതായാലും അതവിടെ ഞാൻ നിർത്തിയിട്ടിരിക്കുന്നത്. വർക്കിംഗ് തന്നെയാണ് തോന്നുന്നുണ്ട് ഇവിടെ. ഇതിപ്പോൾ സന്ദർശകർക്ക് കാണാൻ പറ്റി വെച്ചിട്ടുള്ളതാണ് ഇതിവിടെ. ഇപ്പം സമയം രാവിലെ 11 മണിയാണ്. ആരും കാണാനില്ല. അപ്പോൾ പോകലും വരലൊക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. എക്സിറ്റൊക്കെ ഇതിൽ തന്നെയാണ്. സാധാരണ കോട്ടയിൽ പോകൽ വേറെ വരൽ വേറെ കാണലുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇവിടെ വെള്ളം ചാടുന്ന ഫൗണ്ടനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കറങ്ങി കാണാം. ഇവിടെ തിരക്കുകളൊന്നുമില്ല. ഏതായാലും ഇത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന ജയിലാണിത്. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ജയിൽ മുറികളാണ് ഇത്. അതിൻ്റെ അപ്പുറത്ത് 2 ഉണ്ട്. ഇതൊന്നുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് മുകളിലേക്ക് കയറാനുള്ള കോണിയാണ്. ഇതാണ് വേറൊന്നുള്ളത്. നമ്മൾ പഴയ കാലത്ത് സിനിമയിലൊക്കെ കാണുന്ന മോഡൽ ഇരുമ്പിൻ്റെ വാതിലൊക്കെ. പിന്നെ ഇവിടെ ഒരു കിണറും ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്. അതിൽ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. ആ മുകളിൽ നെറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. പിന്നെ പൊതുവെ പഞ്ചാബിൽ വെള്ളത്തിന് വലിയ ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഈ കോട്ടൻ്റെ വലിയ വാതിൽ. അത്യാവശ്യം നല്ല ഉയരമുണ്ട്. ഇത് തുറക്കണമെങ്കിൽ തന്നെ 2 ആൾ വേണ്ടി വരും, തുറക്കാനും പൂട്ടാനും. അതിൻ്റെ മുകളിൽ പ്രാവുകൾ കയറി കുത്തിരി നിൽക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇനി ഒരു ഭാഗങ്ങളാണ് നമ്മൾ കോട്ടൻ്റെ ഓപ്പൺ ഉൾഭാഗങ്ങൾ കംപ്ലീറ്റ് ഉള്ളത്. ഇവിടെയാണ് ഇനി ഇതിനുള്ളിലാണ് നമുക്ക് കയറി കാണാനുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത്. 1760 ഈ കോട്ട നിർമ്മിച്ചത്. ഇത് നിർമ്മിച്ചത് ഗുജ്ജർ സിംഗും മഹാരാജ രഞ്ജിത് സിംഗാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഇഷ്ടിക, പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, നാരങ്ങ, അതായത് ലെമൺ കല്ലുകളുണ്ട്. അതൊക്കെ കൂട്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സർബത്തോടെ എന്തോന്നുണ്ട്, ഒന്ന് പോയി നോക്കട്ടെ. ടൂറിസ്റ്റേഴ്സിനവിടെ വരുന്നവർക്ക് സർബത്ത് ഫ്രീ ഉണ്ട്. അപ്പൊ ഒരു ഗ്ലാസ് സർബത്ത് കുടിച്ചിട്ട് റൂബ് ഹഫ്സ റൂബ് ഹഫ്സ, അപ്പൊ അത് കുടിച്ചിട്ട് എനർജി കിട്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മളെ റൂബ് ഹഫ്സ ഉണ്ടല്ലേ. ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ ഈ ജ്യൂസ് കയറി ഉണ്ണത്തിന് ഇന്നത്തെ രാവിലത്തെ ജ്യൂസ് കുടിച്ച് നമ്മളാണ്. ജ്യൂസ് കുടിക്കേണ്ട കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇദ്ദേഹത്തിനോട് ജ്യൂസ് ഉണ്ടോയെന്ന്. അപ്പോൾ പിന്നെ ഉണ്ടെന്നാണ്. ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ സാധനം കിട്ടില്ല. അതായത് എന്നെ ചോദിച്ച് നമുക്ക് മേടിക്കണം എന്നല്ല. ആന പോകുന്ന സമയത്ത് ആനനെ തെരുവ് വയ്ക്കുക. കിട്ടിയാലൊരു ആന പോയാലൊരു വാക്ക് പറഞ്ഞ പോലെ, കിട്ടിയാലൊരു ജ്യൂസ് പോയാലൊരു വാക്ക് എന്ന് പറഞ്ഞ പോലെ. ഇതിവിടെ പീരങ്കിയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പീരങ്കിക്ക് യാതൊരു ക്ഷാമമില്ല ഇവിടെ. ഈ മഞ്ഞ ചുരിദാറും നീല ഷാളും ഇട്ട ഈ പെണ്ണുങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇവിടെ പഞ്ചാബിൽ പൊതുവെ ഇവരൊരു യൂണിഫോമാണ് ഇത്.
അത് അമൃത്സറിൻ്റെ മറ്റേ ഗോൾഡൻ ടെമ്പിളിലും അവിടെയൊക്കെ ഇവരെ ഒരു കളർ അങ്ങനെയാണ്, ഈ സെക്യൂരിറ്റിയും ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു 70 ഷോ ഉണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ഒരു 70 ഷോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കി നമുക്ക് ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. 1000 മീറ്റർ ചുറ്റളവിൽ പൂർണ്ണമായിട്ടും ഇഷ്ടികയും ചുണ്ണാമ്പ് കൊണ്ടാണ് ചതുരാകൃതിയിലുള്ളൊരു കോട്ടയാണിത്, ഈ ഗോബിന്ദ്ഗഡ് കോട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 25 പീരങ്കികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. 1805 വരെ ഇത് പിന്നെ ബാങ്ങി ഭരണാധികാരികളുടെ വക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുന്നതുവരെ ബ്രിട്ടീഷ് സൈന്യം ഈ കോട്ടയിൽ നിരവധി പ്രതിരോധ മെച്ചപ്പെടുത്തൽ നടത്തിയിരുന്നു. ആയുധ നിർമ്മാണത്തിലെ സാങ്കേതികമൊക്കെ ഇവിടെ വെച്ച് കൈകാര്യം ചെയ്തിരുന്നവർ. അപ്പോൾ ഇതിനകത്താണ് 70 ഷോ നടക്കുന്നത്. ഇതിന്റെ അകത്താണ് പരിപാടി. ഈ മഞ്ഞ ചുരിദാറുകാരത്തെയാണ് നമ്മളെ ടിക്കറ്റ് മുറിക്കുന്ന ആള്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അറിയിക്കുന്നത് ഇവിടെ പിന്നെ ക്യാമറ ഓണാക്കാനും വീഡിയോ ഓണാക്കാനൊന്നും പറ്റില്ല പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ലാസ്റ്റ് എന്തെങ്കിലും കുറച്ച് കാണാം. Okay, Jim, let's try our new jetpack. Now, very carefully. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു 3D കണ്ണട വരും, അത് ധരിക്കുക, കാണുക. അപ്പം സംഭവം കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിനൊരു തീരുമാനമായിരിക്കുന്നത് ഞങ്ങൾ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ട എന്താന്ന് പറയണ്ടേ, ഇതിനുള്ളിൽ കുറച്ച് കാർട്ടൂണും പിന്നെ ഈ സിക്കേറെ കുറേ കഥകളും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. താങ്ക് യു. ഇനി അടുത്തത് ഇവിടെ ഗെയിം സെക്ഷനാണ്. അപ്പോൾ ഇവിടെ അമ്പും വില്ലൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം.
രണ്ട് ചക്രമുള്ള ഈ ഇലക്ട്രിക്കിന്റെ സാധനത്തിന് മുകളിൽ കയറിയൊക്കെ എപ്പോഴാണ് മനസ്സിലായത് അതത്ര ശരിയാവണില്ല. കാരണം യൂറോപ്പിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാവരും റോട്ടിൽ പെണ്ണുങ്ങളൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടപ്പം ഒന്ന് കയറാൻ പൂതിയായതാണ്. ഇവിടെ നീ ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. ആ ഒരൊട്ടകാണ് ഈ ഒരൊട്ടകം. ഇത് ഒട്ടകപ്പുറത്ത് കയറാനുള്ള കോണി, കയറാനുള്ള ഇറങ്ങി വരാനുള്ള ഉണ്ടല്ലേ, അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഇറങ്ങി വരിക. ഒട്ടകപ്പുറത്ത് പലരും കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ഒന്ന് വീക്ഷിക്കാം. നമ്മൾ ലാസ്റ്റാണ് കയറാൻ തീരുമാനിച്ചത്. എന്താണ് ഇതിന് പൈസ അടച്ചതാണ്, എന്താണെന്ന് അറിയാലോ. അപ്പോൾ അവരൊക്കെ കയറി ഇറങ്ങിയിട്ട് ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. दिल्ली दौड़ जाना भाग जाना, बोल दिल्ली गई, ये बोल बम्बई जाएगी, चलो बम्बई जाओ, बोल बम्बई गई, ये बोल रिटर्न लेकर आएगी, रिटर्न लेकर आओ, मुड़ राइट, दिल्ली से आ गई, बम्बई से आ गई, रिटर्न आ गई। रिपीट देखो सर मैडम, वन बॉल का घर इस वाले डब्बे में बंद, इस बॉल का घर इस डब्बे में बंद, इस बॉल का घर मुट्ठी में बंद, मुट्ठी वाला गया, टू बॉल। आज देखो सर मैडम ये वाला भी गया, थ्री बॉल। कलाकारी ये देखो, ये पूरी का 2 कितना लकड़ी है, 2 लकड़ी, 3 बोलेंगे दोनों लकड़ी जुड़ जाएगा, 1 2 3। आज देखो सर मैडम दोनों लकड़ी जुड़ गया, लकड़ी नहीं जुड़ा सर मैडम, इसका इतना बड़ा धागा है ये जुड़ गया। ये धागा मेरे कहने में चलेगा, अंतर में चलो, मंत्र में चलो, कलाकारी में चलो, जादू में चलो, लकड़ी अलग है, अलग अलग में चलो, तुझे खेचे तुम चलो, कान पकड़ने घुस जा, नाराज हो गई मैडम, अपना कान पकड़ो, कान पकड़ के बोलो धनो भाभी घुस जा, एक पकड़ी मैं जी। कलाकारी ये देखो, चलो भाई बाहर आ जा। बड़े बड़े सर मैडम लोग कलाकारी देख रहे हैं, कलाकारी की कदर करके जाएंगे। चलो भाई बाहर आ जा। बड़े बड़े सर मैडम लोग कलाकारी देख रहे हैं, कलाकारी की कदर करके जाएंगे। ठहरो, आज देखो सर मैडम ये लहरूद्दीन लहर में आ गया, ये पकड़ लिया। आज देखिए सर मैडम कपड़ा अलग, ठहर जा।
हाँ देखो सर मैडम, कबूतर है पिजन, बास्केट अलग, कलाकारी देखो सर मैडम, सिंगल पिजन का जोड़ा बनेगा। लेकर आओ मुर्रेट, एक बार मिलकर बोलो गुचड़ू। और इसी कलाकारी पे आप जैसे सर मैडम लोग खुश होकर इनाम देके जाते हैं। जो बोलेगी लीजिए सर मैडम, मैजिक शो फिनिश है सर मैडम, खुश होकर हो जाए सर मैडम। फोटो दिखा रहे हैं। മുമ്പ് ഞാൻ എൻ്റെ പൂനെ എപ്പിസോഡിൽ ഇതേപോലെ മാജിക് കാണിച്ചിരുന്നു. മണൽ ചൂടാക്കി അതിൽ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെണ്ണുങ്ങളെ നമുക്കൊന്ന് കാണാം, എന്നെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയുകയും ചെയ്യാമല്ലോ. പോപ്കോണേ എനിക്ക് ഈ പോപ്കോൺ വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഈ പഞ്ചാബികളുടെ ഡ്രസ്സും കാര്യങ്ങളും, അതല്ല കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടല്ലേ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമുണ്ട്. 350 ഉറുപ്പ്യൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതുവരെ ഒരു ഓപ്പൺ ഒരു സ്റ്റേജ് ഉണ്ട് ഇവിടെ, ഗാനമേളയും കാര്യങ്ങളൊക്കെ നടത്തുന്ന. അങ്ങ് ബാക്കിൽ കാണുന്നത് അതൊരു മ്യൂസിയമാണ്, ആ ദൂരത്ത് കാണുന്നത്, ഈ കാണുന്നത്. ഇവിടെ ചെറിയ സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജിൽ ഇങ്ങനെ ഓരോ സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ ഇങ്ങനെ പാട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു മ്യൂസിയം, ആ സ്റ്റേജിൻ്റെ ബാക്കിൽ ആ ഒരു മ്യൂസിയത്തിലേക്കുള്ള കയറുന്ന വഴിയാണ്. ഇതാണ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. ഇതിൽ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണം. പക്ഷെ നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഈ കോട്ടൻ്റെ ബാക്കിയുള്ള വ്യൂകളാണ്. നേരത്തെ കണ്ടില്ല ആ സ്റ്റേജും കാര്യങ്ങളും, ആ ഒരു സ്റ്റേജിൻ്റെ ബാക്കിലപ്പോൾ ഞാൻ നിൽക്കുന്നത്, അതിൻ്റെ മുകളിൽ ഉയരത്തിൽ. ഇതവിടെ കസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. നേരത്തെ ഡ്രസ് പീഡിയാണ് ആ ഷോപ്പ് അവിടെ കാണുന്നത്, അങ്ങ് ദൂരെ കണ്ടില്ലേ, അതാണ് ഡ്രസ് പീഡിയ. ആ പോപ്കോൺ ഉണ്ടാക്കിയത് ആ ഭാഗത്തായിരുന്നു. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് അങ്ങനെ എക്സിറ്റ് അടിച്ച് പോകുക. ആ ഒരു ബോർഡും കാര്യങ്ങളും കണ്ടില്ലേ. അപ്പോൾ ഞങ്ങളെ കോട്ടയിൽ നിന്ന് ഞാനും മടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളായിട്ടുമായി, പുതിയ കാഴ്ചകളുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഈ ഒരു കോട്ട, വമ്പൻ കോട്ട എന്ന് പറയുന്നത്, വമ്പൻ കോട്ട കണ്ടിട്ട് പുറത്തു പോവാണ്. ഇനി നമുക്ക് അതാണ് മെയിൻ റോഡ്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പഞ്ചാബിൽ വരുന്ന സമയത്ത് അമൃതസർ വന്നിട്ട് ഈ ഒരു ഭാഗം കാണാം. ഓക്കെ, ഹായ് ഹായ് ഗായ്സ്. What is his name? It's called fort name? Govindgarh Fort. Govindgarh Fort. It's very difficult name, eh? Yeah. Yeah. Okay. Name is Guru Gobind Singh Ji. Group? Guru Gobind Singh Ji. Appreciate. Yeah. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.